അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള 4 പരിപാടികൾ നാളെ നടക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനം. കൊച്ചിയിൽ അദ്ദേഹം കഴിഞ്ഞ 8 മാസത്തിനിടെ ഇത് 2ാമത്തെ സന്ദർശനം. കേരളത്തില് 2024 പുതുവത്സരം പിറന്ന ശേഷം, അതായത് പുതുവത്സരത്തിലെ ആദ്യ മാസത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കേരളത്തിൽ രണ്ടാം തവണയാണിത് എത്തുന്നത്. പ്രവർത്തകരിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ബിജെപിയെ സംബന്ധിച്ച്, ബിജെപി പ്രവർത്തകരെയും സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ ആവേശമുളവാക്കുന്ന, പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ബിജെപിയുടെ സംഘടനാ ശേഷി പരമാവധി കൊച്ചി നഗരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ബിജെപി നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണത്തിന്റെ തുടക്കം കൂടിയാണ് ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്നതെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ബിജെപി കരുതുന്നത് പോലെ ഈ പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രതിച്ഛായ വരുന്ന തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ അതിരറ്റ ആവേശത്തിലാണ്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ മുഴങ്ങുന്നു. ബിജെപിയുടെ പതാകയേന്തിയാണ് പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പുഷ്പവൃഷ്ടികൾ, വാദ്യമേളങ്ങളോടുകൂടിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ എതിരേൽക്കുന്നത്. മുദ്രാവാക്യം വിളികളോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രവർത്തകർ എതിരേൽക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം, അതായത് പ്രധാനമന്ത്രിയുടെ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ സമാപന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകരില് ആവേശം അണപൊട്ടുന്ന കാഴ്ച തൃശ്ശൂരിൽ എന്താണോ കണ്ടത്, തൃശ്ശൂരിൽ 2 ആഴ്ച മുൻപ് റോഡ് ഷോയിൽ നമ്മൾ എന്താണ് കൊണ്ടത്, അതിന്റെ 10 മടങ്ങ് ആവേശം. തൃശ്ശൂരില് 1 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്താൻ ബിജെപി നേതൃത്വത്തിന് കഴിഞ്ഞുവെങ്കിൽ അതിലധികം പ്രവർത്തകർ, അതായത് 50,000-ഓളം പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ ബിജെപി നേതൃത്വം അറിയിച്ചതെങ്കിൽ അതിനപ്പുറം ബിജെപിയുടെ കണക്കുകൂട്ടലുകളെ പോലും തെറ്റിച്ചുകൊണ്ടുള്ള വലിയൊരു ഒഴുക്കായിരുന്നു, പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്കായിരുന്നു നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. എറണാകുളത്ത് കൊച്ചി നഗരത്തിൽ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ ഈ റോഡ് ഷോ സമാപിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇനിയൊരു 200 മീറ്റർ മാത്രമേ പിന്നിടാനുള്ളൂ. ഈ റോഡ് ഷോ സമാപിക്കാൻ ഇനി 200 മീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ആവേശം അണപൊട്ടുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. വലിയ പ്രതീക്ഷ ബിജെപിക്ക് പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് അദ്ദേഹം ചുവടുവെക്കുന്നത്. ഈ വർഷം തന്നെ 2ാം തവണ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ഒരു സൂചന തന്നെയാണ്, രാഷ്ട്രീയ സൂചന തന്നെയാണ്. അത്രയ്ക്കും ബിജെപി കേരളത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. തൃശൂർ മാത്രമല്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വലിയ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത്. അത് പ്രധാനമന്ത്രിയുടെ ആ ഒരു വരവോടുകൂടി അത് പരമാവധി താഴെത്തട്ട് മുതൽ പ്രവർത്തകരിലേക്ക് ബിജെപിയുടെ സംഘടനാ ശേഷി എത്തിക്കാൻ കഴിയും. പ്രധാനമന്ത്രിയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെയും പ്രവർത്തനങ്ങളെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. 8 മാസം മുൻപ് യുവ എന്ന പേരിൽ യുവജനങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തുവെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തൃശ്ശൂരില് വനിതകളെയായിരുന്നു അതായത് 2 ലക്ഷത്തോളം വരുന്ന മഹിളാ സംഗമത്തിലായിരുന്നു പ്രധാനമന്ത്രി വനിതകളെ, സ്ത്രീകളെ, രാജ്യത്തെ സ്ത്രീകളെ, കേരളത്തിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്തുവെങ്കിൽ നാളെ ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിലുള്ള നേതാക്കളെ